ഇവിടെ രണ്ട് ബൾബുകൾ, ഒന്ന് 60 വാട്ട്സും ഒരു 40 വാട്ട്സും സീരീസ് ആയിട്ട് ഒരു 240 വോൾട്ട് സപ്ലൈക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ബൾബാണ് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ ബൾബുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിലൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. നമുക്ക് P = I² R എന്ന ഇക്വേഷൻ അറിയാം. സോ the bulb which have high resistance will glow brighter. അതായത് ഈ P = I² R എന്ന ഇക്വേഷൻ അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുതൽ ഉള്ള ബൾബിൻ്റെ പ്രകാശം കൂടുതലായിരിക്കും. സോ റെസിസ്റ്റൻസ് കൂടുതലുള്ള ബൾബ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ പവറിൻ്റെ ഇക്വേഷന് നമ്മൾ വോൾട്ടേജിൻ്റെ ടേമിൽ എഴുതുവാണെങ്കിൽ P = V/R² ഇൻറ്റു R എന്ന് എഴുതാൻ പറ്റും. നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ P = V²/R എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ പവർ കുറഞ്ഞ ബൾബിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. സോ നമ്മുടെ ഇവിടുത്തെ കേസിൽ 40 വാട്ട്സ് ബൾബ് ബ്രൈറ്റ് ആയിട്ട് ഗ്ലോ ചെയ്യും. ഓക്കെ, ഫൈൻഡ് നോഡ് വോൾട്ടേജ് VA ആൻഡ് VB. In other words, if we connect voltmeter like this, what will be the voltage shown in them? അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ രണ്ട് വോൾട്ട് മീറ്റർ എയിലും ബിയിലും ഘടിപ്പിക്കുകയാണെങ്കിൽ ആ വോൾട്ട് മീറ്റർ എത്ര വോൾട്ടേജ് വെച്ച് കാണിക്കും? അതാണ് ചോദ്യം. സോ ഹിയർ we have two nodes A and B and a ground terminal. So apply KCL on each node. ഓരോ നോഡിലും KCL അപ്ലൈ ചെയ്യുക. സോ നോഡ് ബിയിൽ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I3 = I1 + I2 എന്ന് എഴുതാം. അതായത് I3 എന്ന് പറയുന്നത് ഒരു ഔട്ട് ഗോയിങ് കറണ്ടും 2 ഓം റെസിസ്റ്റൻസിലേക്ക് കൂടെ പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ടും I1 + I2 എന്ന് പറയുന്നത് ഇൻകമ്മിങ്, അതായത് നോഡ് ബിയിലേക്ക് വരുന്ന ഇൻകമ്മിങ് കറണ്ടുമാണ്. സോ അഗെയിൻ I3നെ നമ്മൾ വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ടൈമിൽ എഴുതുകയാണെങ്കിൽ VB - VA ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഓംസ്. VB - VA ഡിവൈഡഡ് ബൈ 2 = I1 I2 നമുക്ക് അവിടെ വാല്യൂസ് അറിയാം. I1 3, I2 1. സോ 3 + 1. സോ VB - VA ഡിവൈഡഡ് ബൈ 2 = 4 എന്ന് എഴുതാം. സോ നമുക്ക് നോഡ് ബിയിൽ VB - VA ഡിവൈഡ് ബൈ 2 = 4 എന്നൊരു ഇക്വേഷൻ കിട്ടി. സോ ഇനി അടുത്ത നോഡ് എയിൽ KCL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I3 = I1 + I2 എന്ന് എഴുതാം. സോ VB - VA ഡിവൈഡ് ബൈ 2 = 3 + VA ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. സോ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ നോഡ് ബിയിൽ കിട്ടിയ ഇക്വേഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ VB - VA ഡിവൈഡ് ബൈ 2 = 4 എന്ന് എഴുതാം. സോ 4 = 3 + VA ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. സോ VA/3 = 1 എന്ന് എഴുതാം. സോ അതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ VA = 3 എന്ന് കിട്ടും. സോ ഈ കിട്ടിയ VA = 3നെ നമ്മളുടെ ആദ്യത്തെ ഇക്വേഷനായ VB - VA ഡിവൈഡ് ബൈ 2 = 4ൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ VB - 3 ഡിവൈഡഡ് ബൈ 2 = 4 എന്ന് എഴുതാം. നമുക്കതിനെ സോൾവ് ചെയ്തിട്ട് അവസാനം VB = 11 വോൾട്ട് എന്ന് കിട്ടും. സോ ഈ കാണുന്നത് അതിൻ്റെ ഒരു സിമുലേറ്റഡ് വീഡിയോ ആണ്. സോ ആ വോൾട്ട് മീറ്ററിൽ 3 വോൾട്ടും 11 വോൾട്ടും കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.